ഇപ്പൊ തന്നെ നമ്മൾ ആനേനെ കണ്ട് കൂടെ വന്ന് അവർ കൂക്കി ഒച്ചപ്പാടൊക്കെ ആക്കി. അതിപ്പോ മറ്റേ ടീം കർണാടകയിൽ നിന്ന് കയറി നിൽക്കുന്നവർക്കാണ് അതിന്റെ ഡിസ്റ്റർബൻസ് വരും. ഞാനിപ്പോൾ ഉള്ളത് വയനാട്ടിലെ ബ്രഹ്മഗിരി ട്രക്കിങ്ങിലാണ്. ഫോറസ്റ്റിൽ വരുമ്പോൾ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരുന്നപ്പോൾ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ആനനെ കണ്ടപ്പോൾ കുറച്ച് പിള്ളേർ കൂവി. കൂവിയപ്പം നമ്മളെ ഗൈഡ് പറഞ്ഞു ഇങ്ങനെ കൂവരുത്, കൂവി കഴിഞ്ഞാൽ അവർ നമ്മളെ സൗണ്ട് കേട്ടിട്ട് ഓപ്പോസിറ്റ് പോകും. അപ്പോൾ ഓപ്പോസിറ്റ് കുറച്ച് കർണാടക ടീം ട്രക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്തേക്ക് ആന പോകും. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവും. അവർ ഏകദേശം ഒരു അരമണിക്കൂർ 45 മിനിറ്റ് അവിടെ ഹോൾഡ് ചെയ്ത്, എന്താ വെച്ചാൽ ആന അവിടെ നിന്ന് മാറിപ്പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന ടൈമിൽ നമ്മൾ ശരിക്കും കാടിനെ റെസ്പെക്റ്റ് ചെയ്യണം. നമ്മൾ സൈലൻ്റായിട്ട് വരണം. നമ്മൾ ശരിക്കും വേറെ ഒരു ജീവികളുടെ ആവാസ വ്യവസ്ഥയിലേക്കാണ് വരുന്നത്. ആ ടൈമിൽ നമ്മൾ അവരെ കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ വരുന്നത് ശരിയാണ്. അപ്പം അത് നമുക്ക് അവർക്കൊരു ശല്യമാകാത്ത രീതിയിൽ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുക. പിന്നെ വരുന്ന ടൈമിൽ ഇപ്പം പ്ലാസ്റ്റിക്, സിഗരറ്റ്, സ്മോക്കിങ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുക. കാട്ടുതീ പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള യാത്ര ചെയ്യുന്നത് കേരളത്തിൽ ഫോറസ്റ്റിൻ്റെ അണ്ടർ നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഓരോ യാത്രക്കാരനും അവരെ റെസ്പോൺസിബിലിറ്റിയാണ് അവർ പോകുന്ന സ്ഥലങ്ങൾ നല്ല രീതിയിൽ കൊണ്ടു നടക്കുക എന്നുള്ളതും. അപ്പോഴേ വരുന്ന തലമുറക്ക് അത് പിന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം യാത്ര ചെയ്യുന്നവർ എല്ലാം ശ്രദ്ധിച്ച് പ്രകൃതിയെ സ്നേഹിച്ച് യാത്ര ചെയ്യുക.